ചെകുത്താന്റെ എപ്പിസോഡ് 52ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ പാലസിൽ ഗ്രാമത്തിലുള്ളവർക്ക് അന്നദാനം കൊടുക്കുകയാണ്. ഗ്രാമത്തിലുള്ളവർ എല്ലാം സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തർക്കും ആഹാരത്തിൽ നിന്നും മനുഷ്യന്റെ വിരലും കണ്ണുകളും എല്ലുകളും കിട്ടുകയാണ്. അത് കണ്ട് എല്ലാവരും പേടിക്കുകയാണ്. കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിന് പകരം മനുഷ്യന്റെ രക്തവും കണ്ട് ഗ്രാമത്തിലുള്ളവർ പേടിക്കുകയാണ്. അത് കണ്ട് പേടിച്ച് വിഷമിച്ച് നിൽക്കുന്ന നിക്കിയെ നോക്കി ചിരിക്കുകയാണ് പീയൂഷ്. ശേഷം കുറെ പേർ ബോധം കെട്ട് വീഴുകയാണ്. അതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന നിക്കി, മാലിക്കല്ല ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നീ ആരാണോ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വാ എന്ന് അലറി വിളിച്ച് ദേഷ്യത്തോടെ പറയുകയാണ് നിക്കി. നിക്കി പറഞ്ഞതെല്ലാം നേത്ര കേൾക്കുകയാണ്. താങ്ക്സ് ഫോർ ദ ഇൻവിറ്റേഷൻ ബേബി, ഐ ആം കമ്മിങ് എന്ന് പറയുകയാണ് നേത്ര. തുടർന്ന് നേത്ര പാലസിലേക്ക് വരികയാണ്. നേത്ര വരുന്നത് തടയാൻ ശ്രമിക്കുന്ന ജോലിക്കാരെ നേത്രയുടെ കണ്ണിലെ കണ്ണാടി മാറ്റി നോക്കുമ്പോൾ അവർ ഭസ്മമായി മാറുകയാണ്. എല്ലാവരും അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ശേഷം നേത്ര സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. നേത്രയെ കാണുന്ന സുഗുണ നേത്രയുടെ അടുത്ത് പോവുകയാണ്. സുഗുണ ഇപ്പോഴും നേത്രയുടെ കൺട്രോളിലാണ്. നേത്രയോട് എതിർത്ത് സംസാരിക്കുന്നവരോട് നേത്ര കണ്ണാടി മാറ്റണോ എന്ന് ചോദിക്കുമ്പോൾ പേടിച്ച് അവർ മാറി നിൽക്കുകയാണ്. എല്ലാവരോടുമായി നേത്ര, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നത് ഒരാൾ നിങ്ങൾക്ക് തന്ന ദാനമാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് നിങ്ങൾ വിചാരിച്ചത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ചെകുത്താന്റെ സ്ഥലത്ത് ദൈവത്തിന്റെ പ്രതിമ വയ്ക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് നേത്ര. നേത്ര പറയുന്നതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പീയൂഷ്. അപ്പോൾ നേത്ര, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും നാളെ നടക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരാനുമാണ് ഞാൻ ഇവിടെ വന്നത്. നാളെ മുതൽ ചെകുത്താൻ ചടങ്ങുകൾ ഈ ഫൂറൻഘട്ടിൽ നടക്കുമെന്ന് പറയുകയാണ് നേത്ര. അതെല്ലാം കേൾക്കുന്ന നിക്കി ചടങ്ങുകൾ ചെയ്യില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഏറ്റവും വലിയ ചെകുത്താനായ മാലിക്കിനെ നമ്മൾ എല്ലാവരും ചേർന്നാണ് ഇല്ലാതാക്കിയത്. ഇനി ഞങ്ങൾ ആരുടെയും അടിമയാവില്ല എന്ന് നിക്കി ഉറപ്പിച്ച് പറയുകയാണ്. അത് കേൾക്കുന്ന നേത്ര, ഞാനൊരു സാധാരണ രക്ഷസല്ല, അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ വന്നതല്ല, എന്നെ ഒരാൾ പറഞ്ഞു വിട്ടതാണ്. മാലിക്കാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. മാലിക് ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ശേഷം നേത്ര പഴയ പാലസിൽ സഹോദരിയായ കപാലിയുടെ റൂമിൽ വരികയാണ്. എന്നിട്ട്, ഇത്രയും ശക്തിശാലിയായ എന്റെ സഹോദരിയെ കൊന്ന നിക്കിയെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ എല്ലാവരോടും പ്രതികാരം ചെയ്യും. കപാലിയുടെ ആഗ്രഹം പോലെ മാലിക്കിന് പുതിയ ശരീരം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ മാലിക്കിനെ സഹായിക്കുമെന്ന് പറയുകയാണ്. ഈ സമയം പാലസിൽ മാലിക് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല. മാലിക് ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുമായിരുന്നു എന്ന് പറയുകയാണ് എല്ലാവരും. ശേഷം നേത്ര പീയൂഷിന്റെ അച്ഛനെ ചാട്ടവാർ കൊണ്ട് അടിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് എല്ലാവരും വരികയാണ്. പീയൂഷിന്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ വരുന്നവരെ നേത്ര ശക്തി പ്രയോഗിച്ച് അവരെ എല്ലാവരും തടയുകയാണ്. നിങ്ങൾ എല്ലാവരും ചേർന്നാണ് മാലിക്കിനെ കൊല്ലാൻ ശ്രമിച്ചത്. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ തരും എന്ന് പറഞ്ഞ് തന്റെ ശക്തി പ്രയോഗിച്ച് നേത്ര എല്ലാവരെയും ഉപദ്രവിക്കുകയാണ്. തടയാൻ ശ്രമിക്കുന്ന നിക്കിയെയും നേത്ര ഉപദ്രവിക്കുകയാണ്. നിക്കിയുടെ കൂട്ടുകാരിയെയും നേത്ര കൊല്ലുകയാണ്. എന്നിട്ട് നേത്ര, നിങ്ങൾ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവണം. ഇനി ഈ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ശേഷം സുമിത്രയോട് പ്രതീഷിനെയും പീയൂഷിനെയും കൊല്ലുമെന്ന് പറഞ്ഞും പ്രതീഷിന്റെ കുഞ്ഞിനെ കരച്ചിൽ കേൾപ്പിച്ചും ആരോഹിയെ മരിച്ചുപോയ കുഞ്ഞിനെ മുമ്പിൽ കാണിച്ചു കൊടുത്തും പീയൂഷിന്റെ അച്ഛന്റെ മുമ്പിൽ നിധി കാണിച്ചു കൊടുത്തും അവരെ മാനസികമായി വേദനിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും മുമ്പിലും നേത്ര പോയി, മാലിക്കിനെതിരായി ഇനി ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. പീയൂഷിന്റെ അച്ഛനോട്, മാലിക്കാണ് നിങ്ങൾക്ക് നിധിയെല്ലാം തന്നത്, മാലിക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിധിയൊന്നും കിട്ടില്ല എന്നും, സുമിത്രയോട്, മാലിക്കാണ് നിങ്ങൾക്ക് 2 ആൺമക്കളെ തന്നത്, മാലിക് ഇല്ല എങ്കിൽ അവർ രണ്ടുപേരും ജീവനോടെ ഉണ്ടാവില്ല എന്നും, അതുപോലെ ആരോഹിയുടെയും പ്രതീഷിന്റെയും മുമ്പിൽ പോയി, മാലിക്കാണ് നിങ്ങൾക്ക് കുഞ്ഞിനെ തന്നത്, മാലിക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ ഒരിക്കലും കിട്ടില്ല എന്നും പറഞ്ഞ് എല്ലാവരെയും നേത്ര പേടിപ്പിക്കുകയാണ്. എല്ലാവരും അത് കേട്ട് പേടിക്കുകയാണ്. അവരെല്ലാവരും മാലിക്കിനെതിരെ ഇനി ഒന്നും ചെയ്യില്ല എന്ന് ഉറച്ച ഒരു തീരുമാനം എടുക്കുകയാണ്. ശേഷം എല്ലാവരും നിക്കിയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് നിക്കിയോട് ചെകുത്താൻ ചടങ്ങുകൾ ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരും നിക്കിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് നിക്കിയെ ചടങ്ങിന് വേണ്ടി റെഡിയാക്കാൻ പറയുകയാണ്. അപ്പോൾ കുറച്ച് സ്ത്രീകൾ വന്ന് അവിടെ നിന്ന് നിക്കിയെ കൊണ്ടുപോകുന്നു. ശേഷം ചെകുത്താന്റെ പ്രതിമ ആഘോഷപരമായി കൊണ്ടുവരികയാണ്. എന്നിട്ട് പീയൂഷിന്റെ അച്ഛൻ പ്രതിമയെ ഓൾഡ് പാലസിൽ പ്രതിഷ്ഠിക്കുകയാണ്. മറുവശത്ത് നിക്കിയെ ഒരുക്കിക്കൊണ്ടുവരികയാണ്. എന്ത് ചടങ്ങായിരിക്കും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് വരികയാണ് നിക്കി. ചെകുത്താന്റെ പ്രതിമ ഇരിക്കുന്നത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് നിക്കി. പീയൂഷിന്റെ അച്ഛൻ ചെകുത്താന്റെ പൂജ ചെയ്യുകയാണ്. ഇതെല്ലാം കാണുന്ന നിക്കി സഹായത്തിന് ബാലദേവി വരാത്തത് എന്താണെന്ന് മനസ്സിൽ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. ശേഷം നിക്കി ആരും കാണാതെ സുഗുണയുടെ അടുത്ത് പോയി സുഗുണയുടെ നെറ്റിയിൽ രുദ്രാക്ഷം വയ്ക്കുമ്പോൾ സുഗുണയുടെ ഉള്ളിലുള്ള ദുഷ്ടശക്തി പോവുകയാണ്. നോർമൽ ആവുന്ന സുഗുണയോട് നിക്കി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഈ സമയം പീയൂഷ് മാലിക്കിന്റെ പുതിയ ശരീരം തുന്നിച്ചേർക്കുകയാണ്. ശേഷം നേത്ര ആദ്യത്തെ ചെകുത്താൻ ചടങ്ങ് നിക്കിയെ ഏൽപ്പിക്കുകയാണ്. അർമുണ്ട് പിശാചിനിയുടെ അടുത്ത് പോയി പിശാചിനിയുടെ ഫേവറേറ്റ് ആയ തലയൊട്ടി എടുത്തുകൊണ്ട് വരണം. വലിയൊരു ഡേഞ്ചർ ടാസ്ക് ആണ് നിക്കിക്ക് നേത്ര കൊടുക്കുന്നത്. ശേഷം പീയൂഷ് അടുത്ത് വരുമ്പോഴെല്ലാം നിക്കിക്ക് മാലിക്കിന്റെ ഓർമ്മ വരികയാണ്. നിക്കി ആ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ ചിരിക്കുകയാണ് പീയൂഷ്. എന്നിട്ട് പീയൂഷ് നിക്കിയോട്, പിശാചിനിയുടെ അടുത്ത് പോകുന്ന കാര്യം മാത്രം ഇനി ആലോചിച്ചാൽ മതി, എനിക്ക് എല്ലാ പ്രാവശ്യവും സഹായിക്കും പോലെ ഇപ്പോൾ സഹായിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് പീയൂഷ്. അത് കേൾക്കുന്ന നിക്കി, അത് കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് നിക്കി അവിടെ നിന്ന് വിഷമത്തോടെ പോവുകയാണ്. ശേഷം നേത്ര നിക്കിയെ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുക്കി കൊണ്ടുവരാൻ പറയുകയാണ്. തുടർന്ന് നിക്കി കല്യാണ പെണ്ണിനെ പോലെ 16 അടയാളങ്ങളുമായി നിക്കി ഒരുങ്ങുകയാണ്. കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങിയിരിക്കുന്ന നിക്കിയുടെ അടുത്ത് വരുന്ന നേത്ര, കല്യാണ പെണ്ണിന്റെ 17ാമത്തെ അടയാളമെന്ന് പറഞ്ഞ് സ്വർണ്ണ കിരീടത്തിന് പകരം മുൾക്കിരീടം സുമിത്രയോട് വെച്ചു കൊടുക്കാൻ പറയുമ്പോൾ സുമിത്ര നിക്കിയുടെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. വേദന കൊണ്ട് നിക്കി കരയുകയാണ്. എല്ലാവരും അതുകൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് നിക്കി പിശാചിനിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. നിക്കി പീയൂഷിനെ എല്ലായിടത്തും നോക്കുകയാണ്. അവിടെയൊന്നും പീയൂഷിനെ കാണുന്നില്ല. ഇപ്രാവശ്യം ചെകുത്താൻ ചടങ്ങ് ചെയ്യാൻ പോകുമ്പോൾ കൂടെ പീയൂഷ് പോലും ഇല്ലാത്തതിൽ വിഷമിച്ചാണ് നിക്കി പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിക്കി പിശാചിനിയുള്ള മരുഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ നിക്കിയുടെ ചുറ്റും പ്രേതങ്ങൾ പറന്നു പോവുകയാണ്. അതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുകയാണ് നിക്കി. നിക്കിയുടെ തലയിൽ വെച്ചിരിക്കുന്ന
കുത്തിയിരിക്കുന്ന മുള്ള് കാരണം നിക്കിയുടെ തലയിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിക്കിയുടെ അടുത്തേക്ക് കുറെ പ്രേതങ്ങൾ വരികയാണ്. അവർ നിക്കിയോട് എനിക്ക് കൈയില്ല, കൈ കണ്ടുപിടിച്ച് തരുമോ? വേറൊരു പ്രേതം എനിക്ക് ചെവിയില്ല, ചെവി കണ്ടുപിടിച്ച് തരുമോ? എനിക്ക് കണ്ണില്ല, എനിക്ക് കണ്ണ് കണ്ടുപിടിച്ച് തരുമോ? എന്റെ കാല് കണ്ടുപിടിക്കാൻ സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ച് നിക്കിയുടെ ചുറ്റും നിൽക്കുകയാണ്. നിക്കി അവരോട് എല്ലാവരോടും സഹായിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അതിലൊരു പ്രേതം ഞങ്ങളെ എല്ലാവരെയും ദുഷ്ടശക്തികൾ ബലി കൊടുത്തതാണ്, ചേച്ചി ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും ബഹളം വെക്കുമ്പോൾ നിക്കി അവിടെ അടുത്തായി കുറെ ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ നിക്കിക്ക് അതെല്ലാം ഈ പ്രേതങ്ങളുടെ ശരീരമാണെന്ന് മനസ്സിലാവുകയാണ്. ശേഷം എല്ലാ പ്രേതങ്ങളും അപ്രത്യക്ഷമാകുമ്പോൾ ഒരാൾ മാത്രം നിക്കിയുടെ അടുത്ത് നിൽക്കുകയാണ്. ആ കുട്ടിയോട് നിക്കി പിശാചിനിയുടെ കാര്യം ചോദിക്കുമ്പോൾ ആ കുട്ടി ഒരു ഗുഹ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പിശാചിനിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ എന്റെ അച്ഛനെ എനിക്ക് കണ്ടുപിടിച്ച് തരണം. എന്റെ അച്ഛനെ അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ വരെ വന്നത്. പക്ഷേ എന്നെ ചില ദുഷ്ടർ ബലി കൊടുത്തു. എന്റെ ആത്മാവ് ഇവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് പിശാചിനിയുടെ അടുത്ത് പോയി അച്ഛനെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്നില്ല. എന്നെ സഹായിക്കണമെന്ന് കുട്ടി പറയുന്നത് കേൾക്കുന്ന നിക്കി സഹായിക്കാം, എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ ശ്രമിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് നിക്കി അവിടെ നിന്ന് പോവുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ ഒരു നദി കണ്ട് നിക്കി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് 3 പ്രേതങ്ങൾ നിക്കിയുടെ അടുത്തേക്ക് വരികയാണ്. അവരെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് നിക്കി. നിക്കിക്ക് പിശാചിനിയുടെ അടുത്ത് പോകാൻ കഴിയുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്